സഹോദരന്മാരെ, മുജാഹിദ് വേദി പങ്കിടാൻ ഒരിക്കലും EK മൗലവിയുടെ പുസ്തകം നോക്കേണ്ട, KM മൗലവിയുടെ പുസ്തകം നോക്കേണ്ട, അതുപോലെ MCCമാരുടെ പുസ്തകം നോക്കേണ്ട, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പുസ്തകം വായിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്റെ പ്രഭാഷണം കഴിയുന്നത് വരെ ഇൻഷാ അല്ലാഹ് എന്റെ ഈ സംസാരത്തിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുടെ വിശ്വാസ മേഖലയിലെയും കർമ്മ മേഖലയിലെയും പ്രവർത്തനങ്ങളെ കുറിച്ച് മഹാരഥന്മാരായ ഇമാം ഷാഫിയെ പോലെ, ഇമാം നവവിയെ പോലെ, ഇബ്നു ഹജറുൽ ഹൈതമിയെ പോലെ, അതുപോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ മാത്രമായിരിക്കും നമുക്കിവിടെ പറയാനുണ്ടാവുക. അപ്പുറത്തുള്ളവരുടെ പത്രങ്ങൾ നമ്മൾ വായിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കൊട്ടക്കണക്കിന് വായിക്കാനുണ്ടാകും. ആദർശ മേഖലയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ എന്നിവിടെയുള്ള സാധാരണക്കാർ വിശേഷിപ്പിക്കുന്ന ആ പണ്ഡിതന്മാർ വേദികളിൽ വന്നാൽ ഇവിടെയുള്ള സാധാരണക്കാർ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇൽമിയായ വൈജ്ഞാനികമായ കാര്യങ്ങൾ അറിയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിനും സുന്നത്തിനും സലഫുകൾ നൽകിയ വ്യാഖ്യാനങ്ങൾ എങ്ങനെയെന്നറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മഹാരഥന്മാരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളെങ്കിലും നൽകേണ്ടിയിരുന്നു. നമ്മൾ കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇമാം അശ്ശരി നമുക്ക് പഠിപ്പിച്ചു തന്ന അഖീദ മക്കളെ ഇന്ന രൂപത്തിലാണ്, അത് നിങ്ങൾ സ്വീകരിക്കൂ. ഇമാം അശ്ശരി ഓതിയ ആയത്ത് ഇന്നതാണ്, ഇമാം അശ്ശരി ഓതിയ ഹദീസ് ഇന്നതാണ്, മക്കളെ നിങ്ങളത് സ്വീകരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്നിവിടെയുള്ള പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടോ. നിങ്ങൾ ജനിച്ചിട്ട് ഇന്ന് വരെ കേട്ടോ? ഇല്ല, കേൾക്കുകയുമില്ല സഹോദരന്മാരെ. മാത്രമല്ല, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇമാം അശ്ശരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുകയാണ്, അദ്ദേഹം പറയുന്നു, എന്റെ ഈ ധാരണകൾ തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അശ്ശരി ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം മാറി നിന്നുകൊണ്ട് ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്, വിശാലമായ പഠനം നടത്തുകയാണ്. അങ്ങനെ പഠനം നടത്തിയപ്പോൾ ഹത്താ തഅമ്മല റഅയൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഫീ സിഫാത്തിൻ വഅസ്മാഇല്ല, അല്ലാഹുവിന്റെ ഗുണവിശേഷണങ്ങളിൽ മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ വീക്ഷണമാണ് ശരിയെന്ന് അദ്ദേഹത്തിന് ബോധ്യമാകുന്നു. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് കൃത്യമായ പ്രമാണങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ മഹാനായ ഇമാം അശ്ശരി ഫഖറജ അലന്നാസി ഫീ യൗമിൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ കയറുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവിടെയുള്ള ആളുകളോട് എന്താണ് പറയുന്നത് എന്നറിയോ? വഅഖ്ബറഹും അൻ ഹൈറതിഹി സാദിഖതി വഖ്തിദാഇൽ അഖീർ, അദ്ദേഹത്തിന് സംഭവിച്ച അബദ്ധത്തെ സംബന്ധിച്ച് അദ്ദേഹം അവരോട് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ആദർശത്തിൽ നിന്നും മാറിയതിനെ കുറിച്ച് പറയുന്നു. സത്യസന്ധമായ ആദർശത്തിലേക്ക് അദ്ദേഹം മാറിയത് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അഹ്മദ് ബിൻ ഹംബൽ അഖീദയുടെ കാര്യത്തിൽ പറഞ്ഞതിന് വിപരീതമായി പറഞ്ഞു നടന്നിരുന്ന ഇമാം അശ്ശരി പറഞ്ഞു, ഞാൻ അതിൽ നിന്ന് മാറിയിരിക്കുന്നു, എന്നിൽ അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്ന് ഇമാം അശ്ശരി പറയുകയാണ്. അൽ ബിദായത്തു വന്നിഹായിൽ വളരെ കൃത്യമായി അതുപോലെയുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ഇമാം അശ്ശരി രചിക്കുകയാണ് അൽ ഇബാന. എന്നിട്ട് ഇബാനയിൽ മഹാനവറുകൾ പറയുന്നു, ദിയാനതുനല്ലതീന ദീനു ബിഹാ അത്തമസ്സുകു ബികിതാബി റബ്ബിനാ വബിസുന്നതി നബിയിനാ, നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ മതമായി കാണുന്നത് റബ്ബിന്റെ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളുമാണ്. അതുപോലെ തന്നെ വബിമാ ഖാല അബൂ അബ്ദുല്ലാഹി അഹ്മദ് ഇബ്നു ഹംബൽ ഖായിലൂൻ, അഹ്മദ് ഇബ്നു ഹംബൽ ഈ വിഷയത്തിൽ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ പ്രമാണബദ്ധിതമാണ്, നാം അത് സ്വീകരിക്കുന്നു. അങ്ങനെ മഹാനായ ഇമാം അശ്ശരി തന്റെ പിഴച്ച ആദർശത്തിൽ നിന്ന് അദ്ദേഹം മാറിയെന്ന് വളരെ വ്യക്തമായി തുറന്നടിച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ആ ഇമാം അശ്ശരി പിന്നീട് രചിച്ച ഗ്രന്ഥം ഇബാനയാണ്. ആ ഇബാനയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്ന ആദർശം എന്താണോ അതേ ആദർശമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അഹ്മദ് ഇബ്നു ഹംബലിന്റെ വീക്ഷണമാണ് പറഞ്ഞത്. ഇനി മാത്രമല്ല, ഇവിടെ നമ്മൾ കേൾക്കാറുള്ള മറ്റൊരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? വഹാബികൾ വേൾഡ് തലത്തിൽ എല്ലാവരും ഹംബലി മദ്ഹബുകാരാണ്. കേരളത്തിലെ വഹാബികൾക്ക് മദ്ഹബില്ല എന്ന് നമ്മൾ കേൾക്കുന്നു. ഇവിടെ പ്രഭാഷണം നടത്താൻ വന്ന ആളും അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിക്കണം, പരിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ വചനങ്ങളിലോ
ഹിജറ 400 വരെയുള്ള കാലഘട്ടങ്ങളിലോ പണ്ഡിത ലോകം ജനങ്ങളെ എന്താണ് നിങ്ങൾ മദ്ഹബ് സ്വീകരിക്കാത്തത്, എല്ലാവരും പോയി മദ്ഹബ് സ്വീകരിക്കൂ എന്ന് പറഞ്ഞ സഹോദരന്മാരെ, ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു ഹദീസോ, പ്രവാചകന് 10 ലക്ഷം 10 കോടിയൊക്കെ ഹദീസുണ്ട് എന്ന് പറയുന്ന ആളുകളാണ് ഇവർ ഒരു ഹദീസെങ്കിലും ജനങ്ങളെ എന്താണ് നിങ്ങൾ മദ്ഹബ് സ്വീകരിക്കാത്തത്, അല്ലെങ്കിൽ ഒരു ആയത്ത് എന്താ നിങ്ങൾ ജനങ്ങളെ മദ്ഹബ് സ്വീകരിക്കാതെ പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. എന്നാലോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്രേ, വനഹനു അയ്ളം ഫിൽ ഫുറൂഇ അലാ മദ്ഹബിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഫുറൂഇയായ കാര്യങ്ങളിൽ അഹ്മദ് ബിൻ ഹംബലിന്റെ വീക്ഷണമാണ് ഞങ്ങൾക്കുള്ളത്, അദ്ദേഹത്തിന്റെ മദ്ഹബാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നഹനു അയ്ളം ഫിൽ ഫുറൂഇ അലാ മദ്ഹബിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നിങ്ങനെ ആവർത്തിച്ച് ജനങ്ങളെ നിങ്ങൾക്ക് ഇതൊന്ന് പഠിയാൻ വേണ്ടി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാക്ക് നിങ്ങൾക്കൊന്ന് പഠിയാൻ വേണ്ടി ഞാൻ ആവർത്തിക്കുന്നു എന്ന് അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവിയുടെ പറയുകയുണ്ടായി. അതെങ്കിലും ഒന്ന് പഠിയോരോ ആളുകൾക്ക്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ബർക്കത്ത് കിട്ടണം ആളുകൾക്ക് ഇൽമുണ്ടാവാൻ. നിങ്ങൾ ആലോചിക്കുക, ഒരു ആയത്തെങ്കിലും ജനങ്ങളെ ഇത് ആവർത്തിച്ച് നിങ്ങളൊന്ന് കേൾക്കി, നിങ്ങൾക്കൊന്ന് പഠിയട്ടെ. അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഇതാ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾക്കൊന്ന് ഹിഫ്ളാവട്ടെ, ഒന്ന് പഠിയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചില്ല. പ്രസംഗിച്ചതെന്താണ്? നഹനു അയ്ളം ഫിൽ ഫുറൂഇ അലാ മദ്ഹബിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഞങ്ങൾ ഹംബലി മദ്ഹബുകാരാണ്, ശാഖാപരമായ കാര്യങ്ങൾ ഫുറൂഇയായ കാര്യങ്ങളിൽ ഹംബലി മദ്ഹബുകാരാണെന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു എന്നിങ്ങനെ ആവർത്തിച്ച് പറയുക. എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തുടർന്ന് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാക്കുകൾ പറഞ്ഞതിന്റെ ശേഷം അവസാനം അദ്ദേഹം പറയുന്നു, ഇല്ലാ അന്നനാ ഫീ ബഅദിൽ മസാഇലി ഇദാ സഹലനാ നസ്സുൻ ജലിയും മിൻ കിതാബിൻ ഔ സുന്ന, ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ വ്യക്തമായ ഒരു രേഖ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു മസലയിൽ ഞങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞാൽ ആ ഹദീസും ആ ആയത്തുമൊക്കെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി സ്വീകരിക്കുകയും അതിനവർ പറഞ്ഞ വ്യാഖ്യാനം ഇന്നതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്താൽ അഖദിനാ ബിഹി വതറക്നൽ മദ്ഹബ, അഖദിനാ ബിഹി വതറക്നൽ മദ്ഹബ, അഖദിനാ ബിഹി വതറക്നൽ മദ്ഹബ, ഞങ്ങൾ ആ വാക്ക് സ്വീകരിക്കും, ആ ഹദീസ് സ്വീകരിക്കും, വതറക്നൽ മദ്ഹബ, മദ്ഹബ് ഞങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യും എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞ വാക്ക് അഖദിനാ ബിഹി വതറക്നൽ മദ്ഹബ എന്നാവർത്തിച്ച് പറഞ്ഞു കൊടുത്താൽ ആദ്യം പറഞ്ഞ വാക്ക് ബാത്തിലാകുമെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞ ഈ വാക്കും നിങ്ങളൊന്ന് പഠിക്കണം. അഖദിനാ ബിഹി വതറക്നൽ മദ്ഹബ, ഖുർആനിന്റെയും ഹദീസിന്റെയും തെളിവ് കിട്ടിയാൽ അഖദിനാ ബിഹി അത് ഞങ്ങൾ പിടിക്കും, വതറക്നൽ മദ്ഹബ ഞങ്ങൾ മദ്ഹബ് സ്വീകരിക്കും എന്നും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടുണ്ട്. ഇനി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വല്ലതും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരി, മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പ്രമാണം മണ്ണാർക്കാട് വാദപ്രതിവാദത്തിൽ വ്യവസ്ഥ എഴുതിയില്ലേ, അതാണ് പ്രമാണം. എന്താണ്? ഖുർആനും സുന്നത്തും അതുപോലെ ഇജ്മാഉം ഖിയാസും